CPM-ന്റെ സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ഉടൻ തുടക്കമാവുകയാണ്. പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗ തീരുമാനങ്ങൾ സംസ്ഥാന കമ്മിറ്റികൾ റിപ്പോർട്ട് ചെയ്യും. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തലുകളും ചർച്ചയിൽ വരും. കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ സംഘടനാ രംഗത്ത് വരുത്തേണ്ട തെറ്റുതിരുത്തൽ നടപടികളും ചർച്ച ചെയ്യാൻ വിശാല സംസ്ഥാന കമ്മിറ്റി യോഗം സെപ്റ്റംബറിൽ ചേരുന്നുണ്ട്. ഇതിന്റെ തീയതിയും ഇന്ന് തീരുമാനിക്കപ്പെടും. ദേശാഭിമാനി വാരാന്ത പതിപ്പ് വിവാദമടക്കം ചർച്ചയ്ക്ക് വരുന്നുണ്ട്. ഇതേസമയം ഈ വിഷയത്തിൽ എം സ്വരാജിന്റെ പ്രതികരണം കൂടി ഇന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹം ഇത് സംബന്ധിച്ച് വന്ന മാധ്യമ വാർത്തകളെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടാണ് നിലപാടെടുത്തത്. ഇത് സംബന്ധിച്ചൊരു നാടകകാരനെ സംബന്ധിച്ച ലേഖനം ഞങ്ങളുടെ മുൻപിലുള്ള വിഷയമേ അല്ല. സാധാരണ ദേശാഭിമാനിയുടെ വാരാന്ത പതിപ്പ് ഇറങ്ങുമ്പോൾ ആദ്യ പേജിൽ പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ട ഒരു സ്റ്റോറി ഉണ്ടാവും. ബാക്കി മറ്റ് സ്ഥിരം പങ്ക്തികളും മറ്റു കാര്യങ്ങളുമാണ് ഉണ്ടാവുക. എന്നാൽ VS-ന്റെ ചരമദിനത്തിന് മുൻപായി ഇറങ്ങുന്ന ദേശാഭിമാനിയുടെ വാരാന്ത പതിപ്പിൽ VS-ന്റെ സംബന്ധിച്ചിട്ടുള്ള അനുസ്മരണം തന്നെ ആയിരിക്കണം മുഖ്യ ഇനമെന്ന് തീരുമാനിച്ചിരുന്നു. അതനുസരിച്ച് ആദ്യ പേജ് അങ്ങനെ തന്നെ തയ്യാറാക്കി. എഡിറ്റോറിയൽ തീരുമാനിച്ചു. ആദ്യ പേജ് മാത്രം പോരാ, അവസാന പേജും ഇത് ആദ്യ ചരമവാർഷികമായതുകൊണ്ട് VS തന്നെ ആയിരിക്കണം. അവിടെ മറ്റൊന്നും ബാധകമല്ല. ഞങ്ങൾ അങ്ങനെ തന്നെ തയ്യാറാക്കി. അതൊരു ദിവസം വൈകിയത് ഈ പറഞ്ഞ സാങ്കേതിക കാരണം കൊണ്ട് തന്നെയാണ്, മറ്റൊന്നും പ്രസക്തമായിട്ടുള്ള കാര്യമല്ല. ദേശാഭിമാനിക്കകത്ത് ഞങ്ങളുടെ ദൈനംദിന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒരു ജീവനക്കാരൻ്റെ പേരിൽ നടപടി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിൽ മറ്റു മാധ്യമങ്ങൾക്ക് എന്താ കാര്യം? അങ്ങനെ ഒരു നടപടി ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല. ഞാൻ ആ ചോദ്യത്തിന് മറുപടി കൂടി അവസാനിപ്പിക്കുന്നു. PV അരുൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, എന്താണ് CPM-ന്റെ ഗൗരവമുള്ള ആലോചനകൾ? ദേശാഭിമാനി വിവാദം പൂർണ്ണമായും പാർട്ടി നിഷേധിക്കുന്നു എന്ന് പറയുമ്പോഴും സംഭവിച്ചതോ മറ്റൊന്നല്ലേ? ദേശാഭിമാനി വിവാദത്തിൽ എം സ്വരാജ് നിലപാട് കഴിഞ്ഞ ദിവസം ഇത് തന്നെയായിരുന്നു. അത്തരം വിഷമേ ഉണ്ടായിട്ടുള്ള നിലപാടാണ് അവിടെ സ്വരാജ് സ്വീകരിച്ചത്. ഇന്നും സമാനമായ നിലപാട് സ്വീകരിച്ചത്. പക്ഷേ അവിടെ അജയനെതിരെ നടപടിയെടുത്ത് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഇന്നലെ ഓഫീസിൽ എത്തിയിട്ടുമില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഓഫീസ് മുറി പൂട്ടുന്ന സംഭവം ഉണ്ടായി. ഏതായാലും അവിടെ ദേശാഭിമാനിക്ക് വീഴ്ച പറ്റിയെന്ന് തന്നെയാണ് CPM-ന്റെ വിലയിരുത്തൽ. ഇന്ന് സംസ്ഥാന സെക്രട്ടറി യോഗം ചേരുമ്പോൾ ഈ വിഷയം ചർച്ചയാകുമ്പോൾ യോഗം പുരോഗമിക്കുകയാണ്. ഇതിന് പുറമെ പ്രധാനമായും ചർച്ചയ്ക്ക് വരാനുള്ള വിഷയങ്ങൾ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിൽ വരും. സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിൽ വരുന്ന വിഷയങ്ങളിലും ഈ സർക്കാരിനെതിരായ പുതിയ സമരപരിപാടികളടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമുണ്ടാകണം. നേരത്തെ തെറ്റുതിരുത്ത രേഖ ചർച്ച ചെയ്യാനായിട്ട് കൂടുതൽ തെറ്റുതിരുത്ത നടപടിയുടെ ഭാഗമായി CPM-ന്റെ എക്സ്റ്റൻഡഡ് സംസ്ഥാന കമ്മിറ്റി യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നു. ഏരിയ സെക്രട്ടറിമാർ വരെയുള്ളവരെ അത് പങ്കെടുപ്പിക്കണമെന്ന് ആവശ്യമുണ്ട്. നിലവിൽ ജില്ലാ സെക്രട്ടറി അംഗങ്ങൾ വരെയുള്ളവരെയാണ് പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓഗസ്റ്റിൽ ആ യോഗം ചേരാനാണ് ആദ്യം CPM ആലോചിച്ചത്. എന്നാൽ അത് ഓണം അവധിയായതിനാൽ തന്നെ സെപ്റ്റംബറിലേക്ക് മാറ്റാനുള്ള ആലോചനയുണ്ട്. അതിന്റെ തീയതിയും ഇന്നത്തെ യോഗം തീരുമാനിക്കും. ഏതായാലും സംഘടനാ വിഷയങ്ങൾക്ക് പുറമെ ദേശാഭിമാനിയുടെ പ്രശ്നവും CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതാണ് സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.